ഇന്ന് നമുക്കിതുപോലെ ഒരു കുക്കർ ബിരിയാണി ഉണ്ടാക്കിയാലോ. അത് മുട്ട വെച്ചിട്ട് മടിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി ഉണ്ടാക്കാം. അതിനാദ്യം ഞാനൊരു കുക്കർ ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിക്കണം. പിന്നെ അതിനാവശ്യമായ സാധനങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിരിപ്പുണ്ട്, പിന്നെ ടൊമാറ്റോ അരിഞ്ഞതിരിപ്പുണ്ട്, സവോള. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ആദ്യം നമുക്ക് കുക്കറിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഓൾ സ്പൈസസ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ആ പച്ച മണമൊന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് സവോളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുക്കാം. അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. നമുക്കിനി സവോള ഇട്ട് കൊടുക്കാം. സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കളറൊന്ന് മാറുമ്പോഴത്തേക്കും നമുക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. സവോള നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേന് നമുക്ക് ടൊമാറ്റോയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴണ്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് റൈസൊക്കെ ഒന്ന് കഴുകി വെക്കാം. ഇനി അതിനകത്തോട്ട് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി മല്ലിപ്പൊടി 2 സ്പൂൺ ഇട്ടു. പിന്നെ നമുക്ക് കാശ്മീരി ചില്ലി പൗഡറും കൂടി 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഗരം മസാല 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അത് കഴിയുമ്പോൾ ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ചൂടാക്കിയ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അത് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. ഞാൻ 2 മുട്ട ഇവിടെ എടുത്തിരിക്കുന്നത്. അത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ലെമൺ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. ഞാൻ അരമുറി ലെമണാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം അരിയിട്ട് ഒന്നും കൂടി ഇളക്കിയിട്ട് നമുക്ക് കുക്കർ അടച്ച് വെക്കാം. ഞാൻ അരിയിട്ട് ഒന്നും കൂടി ഇളക്കിയിട്ട് ആ കുക്കർ മൂടി വെക്കുകയാണ്. ഒരൊറ്റ വിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുക്കർ ബിരിയാണി റെഡിയാകും. അങ്ങനെ ദേ റെഡി ആയിട്ടുണ്ട്. ഞാൻ നമ്മുടെ ദമ്മ് പൊട്ടിക്കാൻ പോവുകയാണ്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും സെറ്റായിട്ടിരിപ്പുണ്ട്. ഇനി ഞാനൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കാണിക്കാവേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ബൈ ബൈ.